അഴിമതിക്കെതിരെ എന്നും ശക്തമായ നിലപാടെടുത്ത് ജയിൽവാസം വരെ അനുഭവിച്ചിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ളയും കേരള കോൺഗ്രസും പിണറായി സർക്കാരിന് പൂച്ചെണ്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അഴിമതിയെ അകറ്റിയതിനാണ് പുരസ്കാരം. മന്ത്രി ഇ.പി. ജയരാജനെതിരായ ആക്ഷേപങ്ങളെ അഴിമതിയുടെ ഗണത്തിൽപ്പെടുത്താൻ ബാലകൃഷ്ണപിള്ള തയ്യാറല്ല. കഴിഞ്ഞ സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊക്കെ എന്ത് എന്ന നിലപാടാണ് പിള്ളയ്ക്ക്. ഈ അഴിമതി എന്ന് പറഞ്ഞാൽ പണം വാങ്ങുക, സ്വത്ത് സമ്പാദിക്കുക, ഇതൊക്കെ അഴിമതിയല്ല. അതൊരു ഫേവറിറ്റിസമൊക്കെ ഇപ്പം നിയമത്തിൻ്റെ കണ്ണിൽ അഴിമതിയായിട്ട് വന്നാലും അതൊന്നും ഒരു ജനങ്ങൾ അത്ര വലിയ കാര്യമായി എടുക്കുന്ന ഒരു അഴിമതിയല്ല. ജയരാജൻ്റെ കാര്യത്തിൽ പാർട്ടിയുടെ തീരുമാനപ്രകാരം അല്ലെ അദ്ദേഹം സ്വന്തമായിട്ടായിരിക്കും. പക്ഷേ അത്ര വലിയൊരു അപരാധമൊന്നും കഴിഞ്ഞ പല ഗവൺമെൻറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജയരാജൻ്റെ കാര്യത്തിൽ ഇല്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ക്ഷേത്രത്തിന് തേക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അഴിമതിയാണെങ്കിൽ പിള്ള സാറായിരിക്കും ഏറ്റവും വലിയ അഴിമതിക്കാരൻ. ഒരു തടി കൊടുക്കാൻ പറഞ്ഞതുള്ള കേസാണ്. ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് കരുണാകരൻ മന്ത്രിസഭയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം സ്ഥാപനങ്ങൾക്ക് തേക്ക് തടി സൗജന്യമായി കുടിവരത്തിന് കൊടുത്തിട്ടുണ്ട്. എന്തിന്? തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ അമ്പലത്തിന് വരെ തടി കൊടുത്തിട്ടുണ്ട്. ഒരു മന്ത്രിക്കൊരു നിവേദനം കിട്ടിയാൽ, ഇപ്പം മന്ത്രിയല്ലാത്ത ഞങ്ങൾക്കൊക്കെ കിട്ടിയാൽ, ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 3-4 നിവേദനം അതാത് മന്ത്രിമാർക്ക് ഫോർവേഡ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിപ്പം നമ്മുടെ ഈ തരുന്നത് വലിച്ചീറിക്കളയാനല്ലോ, അത് എത്തിക്കേണ്ടത് ചെയ്യേണ്ടത് മന്ത്രിമാരുടെ ജോലിയാണ്. അപ്പോൾ ഒരു തടി കൊടുക്കണമെന്ന് പറഞ്ഞത് വെറുതെ കൊടുക്കണമെന്ന് പറഞ്ഞതായിട്ട് രേഖ കാണുന്നില്ല. നിയമാനുസൃതമല്ലാതെ കൊടുക്കണമെങ്കിൽ അത് ക്യാബിനറ്റിൻ്റെ അധികാരമുള്ളൂ, മന്ത്രിക്ക് അധികാരമില്ല. മന്ത്രിസഭ തീരുമാനത്തിന് വരുന്നത് വരെയോ അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളത് അത്ര വലിയൊരു അപരാധമായിട്ടും അഴിമതിയായിട്ടും എടുത്തത് തീവട്ടിക്കൊള്ള നടന്നുകൊണ്ടിരുന്ന ഈ നാട്ടിൽ അങ്ങനെ എടുത്തത് ശരിയാണ് എന്നെനിക്ക് അഭിപ്രായം. നോട്ട് റദ്ദാക്കൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നു നടന്നതെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്ന് പിള്ള സാർ പറയും. കഴിഞ്ഞ മന്ത്രിസഭയിലാണെങ്കിൽ ഈ 500 രൂപ 1000 രൂപ നോട്ട് റദ്ദിയോറ്റോ ചെയ്തെങ്കിൽ പലരും ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയതിന്. ഈ മന്ത്രിസഭയിൽ അത് വരികയില്ല. എന്നിട്ടും ആർക്കെങ്കിലും കഴിഞ്ഞ മന്ത്രിസഭയിൽ അപകടം ഉണ്ടായിരുന്നതിന് ഇപ്പം നാളെയും പറ്റുന്നാളുമൊക്കെ ആയിട്ട് പത്രം വായിക്കുമ്പോഴേ അറിയത്തുള്ളൂ ആരെങ്കിലും ആശുപത്രിയിലായോന്ന്. കഴിഞ്ഞ സർക്കാരിലെ 6 മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ എഴുതി കൊടുത്തിട്ടാണ് പിള്ള ഗ്രൂപ്പ് UDF-ൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിൽ 5 പേർക്കെതിരെയും കേസുണ്ടത്രേ. 6-ാമനെതിരായി ഉടൻ കേസ് വരുമെന്നാണ് ബാലകൃഷ്ണപിള്ള പറയുന്നത് പിള്ള ആയതുകൊണ്ട് തള്ളാനും പറ്റില്ല. ഒരു വിജിലൻസ് കേസ് മണക്കുന്നുണ്ട്. വക്രദർശി സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.